എല്ലാവർക്കും സുഖമാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠം ഹതാശ സെ ഏക വ്യക്തി ബൈഠ് ഗയാ താ. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. കവിത ലഗാതാർ नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. कविता लगातार नहीं जानने और जानने का बयान करती जाती है. കവിതയിൽ തുടർച്ചയായിട്ട് നഹി ജാന്ന അറിയില്ല, അവർ ജാന്ന എന്താണ് അറിയുക, ഈ വിവരണത്തിനോടൊപ്പം പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. കവിതയിലെ വരികളിലെല്ലാം എന്താണ് കൂടുതലും വിവരണം ഏതിനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത്? നഹി ജാന്ന അല്ലെങ്കിൽ ജാന്ന, അറിയില്ല അറിയാം എന്ന വാക്കിലൂടെയാണ് വരികൾ കടന്നു പോകുന്നത്. ശില്പക്ക് ഇസ് ബാരീക്ക് കാരിഗരിക്കോ ദേഖേ. കാരിഗരി ശില്പകല. ശില്പക്ക് ഇസ് ബാരീക്ക്, ബാരീക്ക് എന്താണ്? സൂക്ഷ്മമായ. ശില്പക്ക് ഇസ് ബാരീക്ക് കാരിഗരിക്കോ ദേഖേ. സൂക്ഷ്മമായ നിർമ്മാണ കൗശലം നമുക്കൊന്ന് നോക്കാം. കവിതയിലെ സൂക്ഷ്മമായ, കവിതയുടെ ഈ വരികളിലെ സൂക്ഷ്മമായ നിർമ്മാണ കൗശലം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അകല. വഹ മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोक गीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. वह मुझे नहीं जानता था. അവന് എന്നെ അറിയാമായിരുന്നു. വഹുമുച്ച് അറിയില്ലായിരുന്നു. വഹുമുച്ച് നഹീം ജാൻതാത, അവന് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബെഡാനേക്കോ ജാൻതാത, കൈ നീട്ടാന് അറിയാമായിരുന്നു. കൈ നീട്ടിയത് അറിയാമായിരുന്നു. അവൻ എന്നെ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ കൈ നീട്ടിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് കവിതയിലെ വരികളാണ്. ഹം ഏക് ദൂസരേക്കോ നഹീം ജാൻതേ തേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാൾക്കൊരാളെ അറിയില്ലായിരുന്നു. മനസ്സിലായോ? വഹു മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे. അവനെ എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടിയത് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീം ജാൻതേ തെ, ഞങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലനാ ജാൻതേ തെ. സാത്ത് സാത്ത് ചലനാ ജാൻതേ തെ, കൂടെ നടന്നു പോകാൻ, ഒരുമിച്ച് നടന്നു പോകാൻ അറിയാമായിരുന്നു. മനസ്സിലായോ? വഹു മുझे नहीं जानता था, അവൻ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബെഡാനേക്കോ ജാൻതാ താ, കൈ നീട്ടിയത് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീം ജാൻതേ തെ, ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. പക്ഷേ സാത്ത് സാത്ത് ചലനാ ജാൻതേ തെ, കൂടെ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകാൻ അവർക്ക് അറിയാമായിരുന്നു. യഹ് നഹീം ജാന്ന അവർ ജാന്ന കവിതാ മേ കിസി ലോകഗീത് കെ സ്ഥായി की तरह बार बार लौटता है. യഹ് നഹീം ജാന്ന അവർ ജാന്ന, ഈ വരികളിനകത്തെല്ലാം പറയുന്നുണ്ട് നഹീം ജാന്ന അല്ലെങ്കിൽ ജാന്ന, അറിയില്ല അറിയാം. नहीं जानना और जानना കവിത में किसी ലോകഗീത് के स्थाई की तरह, ഏതോ ഒരു കവിതയുടെ നാടൻ പാട്ടിന്റെ വരികളുടെ ആദ്യ പദത്തിൽ പാദ്യപദം ബാർ ബാർ ലൗട്ടാകെ, വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത് പോലെ തോന്നും. ഏത് വാക്കുകള്? നഹി ജാന്ന ജാന്ന. ചില നാടൻ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടേ, അതിൻ്റെ ആ വരികളിലെ ആദ്യ പദം വീണ്ടും വീണ്ടും 2-3 വരി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് പാടും. അപ്പൊ ആദ്യ പദം വീണ്ടും വീണ്ടും തിരിച്ചു വരും. ഏത് പാട്ടില്? ലോകഗീത, അതായത് നാടൻ പാട്ടിലൊക്കെ തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് ഏത് വാക്കുകൾ നമ്മുടെ കവിതയ്ക്കകത്ത് വരുന്നത്? നഹി ജാന്ന അല്ലെങ്കിൽ ജാന്ന എന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. ഏതിലെ പോലെ? നാടൻ പാട്ടിലെ ആദ്യ വരികള് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് പോലെയാണ് നമ്മുടെ ഈ കവിതയിലെ ഏത് വാക്കുകൾ ആവർത്തിച്ച് വരുന്നത്? നഹി ജാന്ന അല്ലെങ്കിൽ ജാന്ന എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നു.
गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा. ഗദ്യ में लिखी हुई किसी कविता में ഗദ്യത്തിലൂടെ എഴുതിയിരിക്കുന്ന ഈ കവിതയിലെ ലിരിക്കൽ യാ ഗീതാത്മകത കാ ബോധ വരികളുടെയോ ഗാനാത്മകതയുടെയോ പ്രത്യേകത ഇത്രയും മേന്മയോടൊപ്പം खूबी के साथ വളരെ മേന്മയോടൊപ്പം ഹിന്ദി की किसी कविता में आया है, ഹിന്ദിയിലെ മറ്റേതെങ്കിലും കവിതകളിൽ വന്നിട്ടുണ്ടോ എന്ന് യാദ് നഹി ആ രഹ. യാദ് എന്താണ്? ഓർമ്മ. എനിക്ക് ഓർമ്മ വരുന്നതേ ഇല്ല, ഞാൻ ഓർക്കുന്നതേ ഇല്ല. ഇത്രയും നല്ല ഗാനാത്മകതയുടെ പ്രത്യേകത, അത്രയും നല്ല മേന്മയോടൊപ്പമുള്ള ഈ വരികള് വേറെ മറ്റേതെങ്കിലും കവിതകളിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നതേ ഇല്ല. गद्य में लिखी हुई किसी कविता में ലിരിക്കൽ യാ ഗീതാത്മകത കാ ബോധ. ഗദ്യത്തിലുള്ള ഈ കവിതയിലെ വരികളുടെ ഗാനാത്മകതയുടെയും പ്രത്യേകത ഈ മേന്മയോടൊപ്പം ഹിന്ദിയിൽ ഏതെങ്കിലും കവിതകളിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നതേ ഇല്ല. മറ്റ് ഒരു കവിതകളിലും ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ കവിതയ്ക്ക് ഉള്ളത്. മനസ്സിലായ പാരഗ്രാഫ് ഒന്നുകൂടെ വായിച്ചേക്കാം. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. एक नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा. अगला. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिए जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അതുപോലെ ജൈസെ അതുപോലെ കിസി ഗസൽ മേ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ. ഗസൽ പാട്ടുകൾ കേട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഗസലുകളിൽ ആഖിരി ഷേർക്കെ ആഖിരി ശബ്ദ അവസാന ഈരടി അല്ലെങ്കിൽ അവസാന വാക്ക്. ആഖിരി ഷേർ ആഖിരി അവസാനം, ആഖിരി ഷേർ അവസാന ഈരടി और आखिरी शब्द അവസാന വാക്ക്. ശ്രോതാവും की जुबान पर आपसे आप आ जाते हैं. ശ്രോതാക്കളുടെ നാവിൽ, ജുബാൻ എന്താണ്? നാവ്. നാവിൻ തുമ്പത്ത് വരാറുള്ളത് പോലെ. ചില സിനിമാ പാട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പള്ളിയും കുറച്ച് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ അതിലെ ചില വരികൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ വരികൾ നമ്മുടെ നാവിൻ തുമ്പിൽ അറിയാതെ എപ്പോഴെപ്പോഴും മൂളിപ്പാട്ടായിട്ട് നമുക്ക് വരാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ശ്രോതാക്കളുടെ കേൾവിക്കാരുടെ നാവിൽ സ്വയം വരാറുള്ളതുപോലെ ഏതെങ്കിലും നല്ല ഗസലിലെ അവസാനത്തെ ഈരടികൾ, അവസാനത്തെ വാക്കുകൾ ഈ കേൾവിക്കാരുടെ നാവിൻ തുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതുപോലെ ഇസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ യാനി സാത്ത് സാത്ത് ചലനാ കെ ബാദ്, ഈ കവിതയുടെ അവസാന ശബ്ദം അതായത് സാത്ത് സാത്ത് ചലന, ഒരുമിച്ച് നടക്കുക എന്നാണ് അവസാനിച്ചിരുന്നു എങ്കിൽ കെ ബാദ് യദി കവിതാ പാഠ് രോക്ക് ദിയേ ജായിത്തോ, ഈ കവിതയുടെ അവസാനം എങ്ങനെ അവസാനിച്ചിരുന്നെങ്കിൽ സാത്ത് സാത്ത് ചലന എന്ന് അവസാനിപ്പിക്കുകയായിരുന്നെന്ന് വരികില് സുനിനെ വാലെ ഖുദ് വാക്യ പൂരാക്കർ ദേങ്കെ, കേൾവിക്കാർ സ്വയം ഇതങ്ങ് പൂർത്തിയാക്കുമായിരുന്നു. അവർ കഹേങ്കെ ജാൻതേതെ, ഏത് വാക്കുകൊണ്ട് അവസാനിപ്പിക്കുമായിരുന്നു? ജാൻതേതെ, അറിയാമായിരുന്നു എന്ന വാക്കുകൊണ്ട് അവസാനിപ്പിക്കുമായിരുന്നു. അപ്പൊ നോക്കിയേ, വൈസേഹി പറഞ്ഞ നമ്മുടെ ഗസലിനകത്ത് പറയുന്ന അവസാന വരികളൊക്കെ നമ്മൾ മൂളിപ്പാട്ട് പോലെ പാടുന്ന എപ്പോഴും ഓർമ്മയിൽ വരുന്ന വരികളുണ്ടല്ലോ, വാക്കുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കവിതയുടെ അവസാന ശബ്ദം അതായത് സാത്ത് സാത്ത് ചലന എന്നാണ് അവസാനിച്ചിരുന്നത് എങ്കിൽ യദി കവിതാപാട് രോക്ക് ദിയാ ജായത്, രോക്കിന് അവസാനിക്കുക നിർത്തിയിരുന്നു എങ്കിൽ സുനിനെ വാലെ കേൾവിക്കാർ എന്ത് ചെയ്തേനെ? ഖുദ് വാക്യ, സ്വയം ആ വാക്യത്തെ പൂരാക്കർ ദേങ്കെ, പൂർത്തിയാക്കുമായിരുന്നു. ഏത് ശബ്ദം കൊണ്ട് പൂർത്തിയാക്കുമായിരുന്നു? ജാൻതേത്തെ, അവർ കഹേങ്കെ ജാൻതേത്തെ, അവസാനിപ്പിക്കുന്നത് എങ്ങനെ ആക്കിയേനെ? ജാൻതേത്തെ എന്ന വാക്കുകൊണ്ട് അവര് അവസാനിപ്പിച്ചേനെ. മനസ്സിലായല്ലോ? അടുത്ത അകല നോക്കിയേ. एक कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है.
शेष पंक्तियां उसी कहे गेयत को और सघन और गहरा करती है। कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है। यह कविता जानना शब्द के रूढ़ीग्रस्त अर्थ को पूरी तरह से बदल देती है। ഈ കവിതയിലെ ജാന്ന എന്ന ശബ്ദം, ജാന്ന അറിയുക എന്ന ശബ്ദം രൂഢീഗ്രസ്ത അർത്ഥക്കോ പരമ്പരാഗതമായ ആ അർത്ഥം കൊണ്ട് പൂരി തരകസെ ബദൽ ദേത്തിയും പൂർണ്ണമായിട്ടും ആ കവിതയെ അങ്ങ് മാറ്റിമറിച്ചിരിക്കുകയാണ്. ഏത് ശബ്ദം കൊണ്ട്? ജാന്ന എന്ന ശബ്ദത്തിന്റെ പരമ്പരാഗതമായ അർത്ഥം കൊണ്ട് പൂർണ്ണമായി ആ കവിതയെ മാറ്റിമറിച്ചിരിക്കുന്നു. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. സത്യത്തിൽ ഈ കവിതയിലെ ആദ്യ രണ്ടു വരികളിൽ പഹലി ദോ പങ്ക്തിയ ആദ്യത്തെ രണ്ടു വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത്ത് കഹുദേത്തായി പൂർണ്ണമായിട്ട് കാര്യം എവിടെ തന്നെ പറയുന്നുണ്ട്? ആദ്യത്തെ രണ്ടു വരികളിൽ തന്നെ പറയുന്നുണ്ട്. കാര്യം എന്തുവാണെന്ന് പറയുന്നുണ്ട്. शेष पंक्तियां उसी कहे गए को और सघन और गहरा करती है. പിന്നീട് ആ രണ്ടു വരി കഴിഞ്ഞ് ശേഷിച്ചു വരുന്ന വരികളില് ഉസി കഹേ ഗേക്കോ അദ്ദേഹം എന്താണ് പറയുന്നത്? അതിനെ എങ്ങനെ ആക്കുന്നു? സഖൻ അവർ ഗഹര കർത്തിഹെ. ആദ്യം പറഞ്ഞ കാര്യത്തെ സഖൻ അവർ ഗഹര കർത്തിഹെ ഉറപ്പുള്ളതും ആഴമുള്ളതും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ കവി ആദ്യത്തെ രണ്ടു വരിയിൽ തന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ കാര്യം ഉള്ളടക്കം പറയുന്നുണ്ട്. പിന്നീട് വരുന്ന വരികളിലൊക്കെ ഈ പറഞ്ഞ കാര്യത്തെ എന്താക്കുകയാണ് ചെയ്തത്? സഖൻ അവർ ഗഹര കർത്തിഹെ ഉറപ്പുള്ളതും ആഴമുള്ളതാക്കുകയുമാണ് ചെയ്തത്. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का अहसास यानी मानवीय संवेदना होना जरूरी है. कविता का संदेश है कि കവിതയുടെ സന്ദേശം എന്താണ്? ദോ മനുഷ്യോं के बीच രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത का अहसास മനുഷ്യത്വം എന്ന തോന്നൽ മനുഷ്യതാക്ക അഹസാസ് മനുഷ്യത്വം എന്ന തോന്നൽ യാനി അഥവാ മാനവീയ സംവേദന മാനുഷിക പരിഗണന ഹോന സരൂരിഹെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കവിതയിലൂടെ പറയുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? ദോ മനുഷ്യോं के बीच രണ്ട് മനുഷ്യരുടെ ഇടയിൽ എന്താണ് ഏറ്റവും ആവശ്യം വേണ്ടത്? മനുഷ്യതാക്ക അഹസാസ് യാനി മാനവീയ സംവേദന ഹോന സരൂരിഹെ. സരൂരി തീർച്ചയായും വേണം. മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവിടെ എന്താണ് ഏറ്റവും അത്യാവശ്യം? മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷിക പരിഗണന. ഇതാണ് അവർക്ക് തീർച്ചയായും വേണ്ടത്. ജാൻകാരിയ സരൂരി നഹീഹിം അറിവൊന്നും വേണമെന്നില്ല. വഴിയെ പോകുന്ന വ്യക്തി ഇയാൾ എവിടത്തുകാരനാണ്, ഏത് വീട്ടിലേതാണ്, ഏത് രാജ്യക്കാരനാണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ജാൻകാരിയ സരൂരി നഹീഹിം അറിവൊന്നും വേണ്ട കാര്യമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുകയാണോ? അവിടെ എന്ത് വേണം? മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വം പൂർണ്ണമായിട്ടും വേണം, അല്ലെങ്കിൽ മാനുഷിക പരിഗണന വേണം. അതാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം. അതാണ് ഈ കവിതയിലൂടെ തരുന്ന സന്ദേശം. किंतु एक संदेश कविता में उपदेश की तरह नहीं आता. പക്ഷെ നമുക്ക് ഈ കവിതയിലൂടെ നമ്മളോട് പക്ഷെ ഈ കവിതയിൽ ഉപദേശമായിട്ട് നമ്മളോട് പറയുന്നുണ്ടോ? നമുക്ക് തരുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ സന്ദേശം എന്ന് നമ്മളോട് ഈ കവിതയെ പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ സന്ദേശ കവിതാമേ ഉപദേശിക്ക് തരക നഹീമാത്ത. എന്നാൽ ഈ സന്ദേശം കവിതയില് ഉപദേശം എന്ന പോലെ പറയുന്നതും ഇല്ല, തരുന്നതും ഇല്ല. നമ്മളോട് പറയുന്നതേ ഇല്ല ഇതാണ്, ഇത് ഉപദേശിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണം എന്ന ഒരു ഉപദേശം നമുക്ക് തരുന്നതേ ഇല്ല. കവിത വായിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കതിന്റെ സന്ദേശം ഊഹിക്കാൻ കഴിയും. ദോ മനുഷ്യോं के बीच मनुष्यता का अहसास यानी മാനവീയ സംവേദന ഹോന സരൂരി ഹെ. രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യനാണോ അവൻ എന്തുണ്ടായിരിക്കണം? മനുഷ്യത്വം ഉണ്ടായിരിക്കണം. അതിന് പ്രത്യേകിച്ച് ആ വ്യക്തി അറിയണമെന്നൊന്നും ഇല്ല. ജാൻകാരിയാം സരൂരി നഹീഹെ. ഈ സന്ദേശം കവിതയിലൂടെ നമുക്ക് ഉപദേശമായിട്ട് തരുന്നതുമില്ല. കവിതയും വായിച്ച് ടിപ്പണിയും വായിച്ചു കഴിയുമ്പോൾ നമുക്കത് സ്വയം ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കുക. പാഠം കംപ്ലീറ്റ് വായിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ എന്നെ ഫോണിലൂടെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അച്ഛാ, ധന്യവാദം.